ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലംസ് ഓൺ ഏജസിനെ ബേസ് ചെയ്തിട്ട് SSC CGL 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, A is thrice as old as B. ഓക്കെ, അപ്പോൾ A/B നമ്മൾ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 3:1 എന്ന് പറഞ്ഞ് കിട്ടും, ഒന്നാമത്തെ കേസ്. ആൻഡ് C is 5 year elder than B. C എന്ന് പറയുന്നത് ബിനേക്കാളും 5 വയസ്സ് കൂടുതലാണ്. The sum of ages of A, B, C is 75. എൻ്റെയും ബിൻ്റെയും സിൻ്റെ കൂടി സം ഓഫ് ഏജസ് 75ആണ്. എൻ്റെയും ബിയുടെയും സിയുടെയും കൂടി സം ഓഫ് ഏജ് 75ആണ്. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് ബി 5 years ago ആൻഡ് എ 3 years from now. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എക്ക് പകരമായിട്ട് 3 times ബി എന്ന് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം, കാരണം റേഷ്യോയിൽ പറയുന്നുണ്ട്. ഇനി ബീനെ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. സിക്ക് പകരമായിട്ട് എനിക്ക് വേണമെങ്കിൽ B+5 എന്ന് കൊടുക്കാം, ഈക്വൽ ടു 75 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 5B + 5 ഈക്വൽ ടു 75. 5ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 70 എന്ന് പറഞ്ഞു വരും. സോ ബിയുടെ വാല്യൂ 14 എന്ന് പറഞ്ഞു കിട്ടും. ബിയുടെ വാല്യൂ 14 ആണെങ്കിൽ എയുടെ വാല്യൂ വരാൻ പോകുന്നത് എത്രയായിരിക്കും? 14 × 3 42. നമുക്ക് ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ബി ആഫ്റ്റർ 5 year. ബി ആഫ്റ്റർ 5 year. ബി 5 year ago. 5 year ago. 5 year ago എന്ന് പറയുമ്പോൾ 9 വയസ്സേ ഉണ്ടാവുള്ളൂ. ആൻഡ് എ 3 years from now. 3 years from now എന്ന് പറയുമ്പോൾ 42ൻ്റെ കൂടെ 3 കൂടി കൂട്ടി 45. സോ റേഷ്യോ എന്ന് പറയുന്നത് 1:5 ആയിരിക്കും. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്.